ഹലോ ഗായ്സ്, എൻ്റെ വീഡിയോസ് എപ്പോഴും ഞാൻ തന്നെ സംസാരിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങളുടെ ലീഡേഴ്സും സാറുമാരും സംസാരിക്കുന്ന ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഞാൻ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് നമ്മുടെ തന്നെ ഒരു വളരെ നല്ല രീതിയിൽ പേഷ്യൻസിനെ കണ്ട് ഹെഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വ്യക്തിത്വമാണ്. ആ മാഡത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം. വെൽക്കം കനകമ്മ മാഡം. മാത്രമല്ല, ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന ഗിരീഷ് സാറും ഇതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നതാണ്. സോ വെൽക്കം ടു ദ ന്യൂ ഇൻഫോർമേറ്റീവ് വീഡിയോ. ഒരു പ്രോഗ്രാമിൽ ഗാമോറൈസിനോളുടെ MD ആയിട്ടുള്ള ഇഷ വശിഷ്ഠ മാഡം പറഞ്ഞൊരു കാര്യം, ഒരു വീഡിയോ കാണിച്ചു. ഒരു ക്യാൻസർ ബാധിതനായ ഒരു വ്യക്തി മുംബൈയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഹോസ്പിറ്റലുകാർ പറഞ്ഞു അത്രേ 3 മാസം കൂടിയാണ് ആൾക്ക് ഇനി ലൈഫുള്ളൂ. കാരണം അത്രയും ക്യാൻസർ അദ്ദേഹത്തെ ബാധിച്ചു കഴിഞ്ഞു. വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. നമ്മളെ പോലെ ഏതൊരു RCM പ്രവർത്തകൻ അവരുടെ അടുത്തെത്തി അവരോട് പറഞ്ഞു, ഗാമോറൈസിനോളിന് ക്യാൻസറിനെ മാറ്റാൻ വരെയുള്ള കഴിവുണ്ട്. വീട്ടുകാർ വിചാരിച്ചൊരു കാര്യം എത്ര ഉള്ളൂ, എന്തായാലും 3 മാസമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഗാമോറൈസിനോൾ കൊടുക്കാം. കൊടുത്തൊരു വ്യക്തിയുടെ കോൺഫിഡൻസ് അത്ര വലുതായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് 2, ഉച്ചയ്ക്ക് 2, വൈകിട്ട് 2, 6 ഗാമോറൈസിനോൾ വെച്ച് ആ വ്യക്തിക്ക് കൊടുക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞിട്ടും ആ വ്യക്തി മരിച്ചില്ല എന്ന് മാത്രമല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ കിട്ടിയ റിസൾട്ട് നോ ക്യാൻസർ. ആ വീഡിയോസ് കാണിച്ചു, ആ റിപ്പോർട്ട് കാണിച്ചു. ആ വീഡിയോസ് സ്ക്രീനിൽ കണ്ടപ്പോ എനിക്ക് തോന്നി 4 വെച്ചങ്ങോട്ട് കഴിക്കാം. കാരണം അസുഖങ്ങൾ വന്നതിന് ശേഷം നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ഗാമോറൈസിനോൾ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് 4 വെച്ച് കഴിക്കുന്നുണ്ട്, കാലത്ത് 2 കഴിച്ചു. ഇപ്പൊ ഞാൻ ഇപ്പൊ കഴിക്കും. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മേഡത്തെ വിളിച്ചതിന് ശേഷം 2 ഞാൻ കഴിക്കും, 4 കഴിക്കുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ട് 4 കഴിക്കുന്നത്? അവർക്ക് ഇതിനെ കുറിച്ചുള്ള അറിവ് കിട്ടി. കാരണം ഗാമോറൈസിനോൾ എന്ന് പറയുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് അത്രത്തോളം എഫക്റ്റീവ് ആണ്. അത് എന്തൊക്കെ അസുഖങ്ങൾക്ക് നല്ലതാണ്, എന്തിന് നമ്മൾ 2 കഴിക്കണം, 4 കഴിക്കണം, 6 കഴിക്കണം, ഇതെല്ലാം ഇന്ന് കനകമ്മ സിസ്റ്റർ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയും. ഗാമോറൈസിനോളിന്റെ ഫാക്ടറി 3500 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പഞ്ചാബ് ദുരിയിൽ നമ്മുടെ ഗാമോറൈസിനോൾ ഫാക്ടറി നടത്തുന്നത്. ഈ ഗാമോറൈസിനോള് നമുക്ക് RCMന് മാത്രമേ കിട്ടുന്നുള്ളൂ. RCMന്റെ മാത്രം ഒരു അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗാമോറൈസിനോൾ. റൈസ് ബ്രാൻ ഓയിലും ആ കമ്പനി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒട്ടും സമയം കളയുന്നില്ല. ഇനി തീരുമാനം എടുത്ത് കുറെ പേര് നോട്ട്ബുക്കും പെന്നുമായിട്ട് ഇരിക്കുകയാണ്. ആദ്യമായിട്ട് ഇത്രതായ സംരംഭം നമുക്ക് തന്ന TCGയെ ധ്യാനിച്ചുകൊണ്ട് കൂടിയിട്ട് ഇന്നത്തെ നമ്മുടെ ന്യൂട്രീഷൻ കൗൺസിലറും 10-30 വർഷം നഴ്സിംഗ് ഫീൽഡിൽ ജോലി ചെയ്ത് RCMന് ഏറ്റവും കൂടുതൽ RCMന്റെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ട്രെയിനർ കനകമ്മ ശശി മാഡത്തെ നിങ്ങളുടെ എല്ലാവരെയും നിറഞ്ഞ കൈയോട് കൂടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കനക മാഡം, വെൽക്കം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാർ പരിചയപ്പെടുത്തി. എൻ്റെ പേര് കനകമ്മ. ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറാൻ സാധിച്ചു. കട്ടിലെ കിടക്കുമായിരുന്നെങ്കിൽ എന്നെ ആരും അറിയില്ലായിരുന്നു. 30 വർഷത്തെ നഴ്സിംഗ് സർവീസിൽ എന്നെ അറിയുന്നത് 3 ഹോസ്പിറ്റലിൽ വന്നുപോയവരും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും മാത്രം. റിട്ടയർ ചെയ്ത് പെരക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ പോലും ശരിക്കും തിരിച്ചറിയത്തില്ല ഒരാൾ അവിടെ ഉണ്ട്, കട്ടിലേലല്ലേ. ആ ഒരു അവസ്ഥയിൽ കിടന്നപ്പോഴാണ് ശരിക്കും
ഗാന്ധിജിയെ എല്ലാവരും തിരിച്ചറിയുന്നു. ഒരു സിഗ്നേച്ചർ ഇട്ടുപോയ മനുഷ്യനെ ഒരു കാലത്തും മറക്കില്ല. അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിൽ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. അവരെ ആരെയും നമ്മൾ ഓർക്കാറേ ഇല്ല. എന്തുകൊണ്ട് ഗാന്ധിജിയെ മാത്രം ഓർക്കണു? എന്തുകൊണ്ടാണ് TCGയെ സെക്കൻഡ് ഗാന്ധി എന്ന് വിളിക്കുന്നത്? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ RCMൽ വന്നു കഴിഞ്ഞിട്ട് ചിന്തിച്ചു കൂട്ടിയതാണ്. എൻ്റെ ഒരേ ഒരു സ്വപ്നം മരിക്കുന്നത് വരെ ജീവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. സ്വയം ഞരടിച്ചാവാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഇന്ന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. പണ്ടൊരു കാനം രാജേന്ദ്രന്റെ ഒരു നോവൽ ഉണ്ടായിരുന്നു, മരിച്ചിട്ടും മരിക്കാത്തവൾ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ജീവിക്കണം. കേൾക്കാമോ സാറേ? കേൾക്കാം മാഡം, ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഇതിനിടയ്ക്ക് എന്തൊക്കെയോ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു സംശയം. അപ്പോ എക്കാലവും ജീവിച്ചിരിക്കാൻ, മനുഷ്യന്റെ മനസ്സിൽ ജീവിച്ചിരിക്കാനും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ അതെന്തുമാത്രമാണെന്ന് കേൾക്കുന്നവർക്കേ അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഞാൻ അതിൽ ജീവിച്ച വ്യക്തിയാണ്. ആ കഷ്ടപ്പാടുകളും ആ വേദനകളും ആ വിഷമങ്ങളും എത്ര കണ്ടായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, അത്ര കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ എത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു. പക്ഷെ അത് ഇച്ചിരി വേദന കൂടുതലായിരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വരുന്ന ആള് ഒരു വിഷമം പറയുമ്പോൾ അതിൻ്റെ റൂട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, മറ്റേതൊരു വിഭാഗവും ആയിക്കോട്ടെ, പറയുന്ന സിംറ്റത്തിനെ ചികിത്സിക്കുന്ന രീതിയാണ്. അതിൻ്റെ കാരണങ്ങൾ, റൂട്ട് കോസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനോ അതിനെ ഇല്ലാതാക്കാനോ പറ്റണില്ല എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു രോഗി ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് നിർത്താത്തത്. നോർമൽ ആയ ഒരു റീഡിംഗ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, നോർമൽ ആണ്, എന്നാലും ഇത് എടുത്തു കേട്ടോ, നിർത്തണ്ട, ഒരു പ്രൊട്ടക്ഷൻ എന്ന വണ്ണം. ഡോക്ടറല്ലേ പറയണത്. അപ്പം നമുക്ക് നമ്മുടെ ഡോക്ടറെ വിശ്വാസമാണ്, നമ്മൾ അതെടുക്കും. എത്ര നാൾ കഴിക്കണം എന്നുള്ളതിനൊരു ലാസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഒരു ഡോക്ടറെ കാണാൻ കയറി ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളും 1 by 1 ആയിട്ട് കേടാക്കി അവസാനം എല്ലാവരും കൂടി കെയർ ചെയ്യേണ്ട ഒരവസ്ഥയിലെത്തി. മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരു ഡയഗ്നോസിസ്, അവസാന ഡിഗ്രിയാണ് അത്. അതിനു മുമ്പ് ഒരുപാട് ഡിഗ്രികളിലൊക്കെ കയറും. രോഗലക്ഷണങ്ങളും രോഗങ്ങളും ഒക്കെ തന്നെ വശത്തുനിന്ന് ഞാനിരിക്കുമ്പോ എനിക്ക് വലതുവശത്ത്, നമ്മൾ സ്ക്രീൻ കാണുമ്പോൾ വലതുവശത്ത് ആദ്യത്തെ ഭാഗം നോക്കുക. ആദ്യം പോകുന്നത് വയറ്റിലേക്കാണല്ലേ. വയറ് ശരിയായി കഴിഞ്ഞാൽ സർവ്വതും ശരിയായി. വയറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ടും വിശപ്പില്ലായ്മ, ദഹനക്കേട്, നെഞ്ചരിച്ചില്, ഉളിച്ചു തകട്ടല്, ദഹനക്കേടിന്റെ ഭാഗമായിട്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ, അബ്സോർഷൻ ഇല്ലായ്മ, ഫാറ്റി ലിവർ ഉണ്ടാവല്, കോൺസ്റ്റിപ്പേഷന്റെ ലേറ്റ് എഫക്റ്റ് ആയിട്ട് പൈൽസ്, അതിൻ്റെ ലേറ്റ് എഫക്റ്റ് ആയിട്ട് ഫിസ്റ്റുല, വായ മുതൽ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഈ ഒരു ഓർഗൻ, ആ ഒരു ട്യൂബുലർ ഓർഗൻ, ഒരു ട്യൂബാണ് ശരിക്കും. ഞാൻ പറയാറുണ്ട്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കണ്ട, വായിൽ ചോർപ്പ വെച്ചിട്ട് ഒഴിക്കുന്നത് പോലെ, എന്ന് വെച്ചാൽ ഒരു പൈപ്പിന്റെ ഒരറ്റത്ത് ഒരു ചോർപ്പ വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോഴെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ വയറിന്റെ അസ്വസ്ഥതയാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. ശരീരത്തിൽ എവിടെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് വയറാണ്. വയറിന്റെ പ്രത്യേകിച്ച് അസിഡിറ്റി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ജീവിത ശൈലികൾ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ചിന്താഗതികൾ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. ഈ അസിഡിറ്റി തന്നെയാണ് ബാക്കി പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുകയോ ശരീരത്തിന്റെ നോർമൽ ഫംഗ്ഷനിൽ നിന്ന് വ്യതിയാനം സംഭവിക്കാൻ കാരണം ഈ അസിഡിറ്റിയാണ്. അസിഡിക് ആയിരിക്കുന്ന ശരീരത്തിൽ എന്തസുഖവും വന്നു ചേരും. ഇന്നതെന്നില്ല, വൈറൽ ആവട്ടെ, ബാക്ടീരിയൽ ആവട്ടെ, ഇനി ഡീജനറേഷൻ ആവട്ടെ, ശരീരത്തിലെ അവയവങ്ങൾ തന്നെ
അത് എന്താ പറയുക, ദ്രവിച്ച് ഇല്ലാണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, സെല്ലുകൾ നഷ്ടപ്പെടുന്ന, നശിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അസിഡിറ്റി ഒരു കാര്യം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ബെനിഫിറ്റ് ആവും. ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ അസിഡിറ്റിയെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. അസിഡിറ്റിയെ ട്രീറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. സാധാരണ വെള്ളം, ആൽക്കലൈൻ വാട്ടർ തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. ശരീരത്തിൽ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചാൽ അസിഡിറ്റിക്ക് ഒരു തീരുമാനമാകും. സമയത്തിന് ഉറങ്ങുക എന്നുള്ള ഒരു കാര്യം, സമയത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, മിതമായ ഭക്ഷണം, സുഖമായ ഉറക്കം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം ചെയ്തോളും. നമ്മുടെ ശരീരത്തിന് ഓട്ടോ മെക്കാനിസം എന്ന് പറയുന്ന ഒന്നുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് ഒരാത്മാവ് എടുത്തു വന്ന ഈ ഒരു ശരീരം എത്ര കാലം ജീവിക്കണം എന്ന, ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 120 വയസ്സ് വരെ, അല്ലെങ്കിൽ അതിന് മുകളിലോ ആണ്. ഇന്ന് നമുക്കുണ്ട് 120 വർഷം, 126 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന നോർമൽ ലൈഫ് ഇന്ന് പല ചെറുപ്പക്കാരും നടക്കുന്നതിനേക്കാൾ ഹെൽത്തി ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ തന്നെയുണ്ട്. അവർ ചെറുപ്പം മുതൽ ശീലിച്ച ജീവിത ശൈലി കൊണ്ടാണ് അവരങ്ങനെ ആയിത്തീരുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങനെ ആവണ്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ആവണം. നമ്മളുടെ ഏജിങ് എന്ന് പറയുന്നത്, ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. നേരത്തെ പണ്ട് കാലങ്ങളിലല്ലേ, ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഹെൽത്തി ഏജിങ് എന്ന് ഞാൻ കേൾക്കുന്നത് തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലാണ്, ഏതോ ഒരു ക്ലാസ്സിലാണ് ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ കേൾക്കുന്നത്. WHO ഫോർമർ ലീഡർ ആയിരുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അവർ എംഫസൈസ് ചെയ്യുന്നൊരു പോയിന്റാണിത്. ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന കൺസെപ്റ്റും അതുപോലെ പ്രയോറിറ്റൈസിങ് NCD എന്ന് പറയുന്ന, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യം, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അതിൻ്റെ ഒറ്റ ഒരു കാര്യമാണ് അസിഡിറ്റി ഇല്ലാത്ത ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്. റീജിയണൽ വൈസ് പോയാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് സൗത്ത് ഇന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാടാണ് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വയറ്റിൽ നിന്ന് ഹാർട്ടിലേക്ക് വന്നു കേട്ടോ, അതൊരു ജമ്പിങ് ആയിരുന്നു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത സ്ലൈഡിലുണ്ട് 26% എന്ന് പറഞ്ഞിട്ട്. ആ സ്ലൈഡ് വെച്ച് എഴുതിയ നോട്ട് അറിയാതെ ഞാൻ ഇപ്പം ഇവിടെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ച് അല്ല. വയറിനകത്ത് തുടങ്ങിയ ചേഞ്ചിനെ കറക്റ്റ് ചെയ്യാതെ നമ്മുടെ വാസ്കുലർ സിസ്റ്റത്തിൽ വന്ന, ചംക്രമണത്തിലെ മാറ്റങ്ങളിൽ വന്ന, രക്തക്കുഴലുകളിലെ മാറ്റങ്ങളിൽ വന്നത്, അങ്ങനെ കുറേ മാറ്റങ്ങൾക്ക് അവസാനമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇന്ന് ചെറുപ്പക്കാരാണ് അധികം മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്നത് 25 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഇപ്പം വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ, പെർസെൻറ്റേജ് എടുത്തു പറയാനായിട്ട് ഹാർട്ട് അറ്റാക്ക് ആണുങ്ങളിൽ കൂടുതൽ പെണ്ണുങ്ങളിൽ കുറവ് എന്ന് പറയാൻ പറ്റില്ല. അതേ ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. തോളോട് തോൾ ചേർന്ന, ഒപ്പത്തിനൊപ്പം ടെൻഷൻ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെ ടെൻഷൻ പിടിക്കുന്ന കാര്യത്തിൽ ആരും മോശമൊന്നുമല്ല. അപ്പം അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്കിൽ അവസാനം എത്തിച്ചേരുന്നത്. ആ ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു വികാരം, ആ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്നത് ഒരു അസിഡിറ്റി ഉള്ള ഒരു ശരീരമാണ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ ആ അസിഡിറ്റിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹാർട്ട് അറ്റാക്കിന് വയറിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ, വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും, അങ്ങേയറ്റം വയറിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോളൻ എന്ന് പറയുന്നത് വൻകുടലാണ്, റെക്ടം എന്ന് പറയുന്നത് മലാശയമാണ്. അപ്പോൾ വൻകുടലിലും മലാശയത്തിലുമായിട്ട് വരുന്ന ക്യാൻസറുകളെ തടയാനും, ക്യാൻസറുകൾ ഉണ്ടെങ്കിൽ അതിനെ 100% അതിനെ ക്യൂർ ചെയ്യാനും കപ്പാസിറ്റി ഉള്ളതാണ് ഗാമ ഒറൈസനോൾ. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ക്യാൻസർ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന വാക്കല്ല, അവിടുന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇപ്പൊ ഹാർട്ട് അറ്റാക്കുമായി, ക്യാൻസറായി, അടുത്തത് ബ്രെയിനിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട്, നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ
നമ്മൾ എടുത്തു പറയത്തക്ക കാര്യം, നമ്മൾ ഇന്റർഫിയർ ചെയ്യേണ്ട, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ടെൻഷൻ, സ്ട്രെസ് റിലീവ് ചെയ്യാൻ നമുക്ക് ഗാമ റൈസിനോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. ആ സ്ട്രെസ് റിലീവ് ചെയ്യുന്നത് കൊണ്ട് മറ്റു പലതിൽ നിന്നും പ്രിവെൻഷൻ ആണ്. ലൈക്ക് BP ഉണ്ടാവാതിരിക്കാൻ, ഹൈ BP ഉണ്ടാവാതിരിക്കാൻ സ്ട്രെസ് റിലീസ് ചെയ്താൽ പറ്റും. ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആയിട്ട് മാനേജ് ചെയ്തു പോകാൻ സ്ട്രെസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് പറ്റും. ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, അൽസൈമേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും ഓർമ്മയില്ലാത്ത ആ ഒരു അവസ്ഥ, പടുകുഴിയിലേക്ക് ലോകവുമായിട്ട് ബന്ധമില്ലാതെ പോകുന്ന ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് തുടക്കം മുതലേ നമ്മുടെ ശീലമായിട്ട് പ്രിവെന്റീവായിട്ട്, രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗത്തിന് മുമ്പേ നമ്മൾ ഇത് എടുത്തു തുടങ്ങിയാൽ ആ ഒരവസ്ഥയിലേക്ക് പോകാതെ, നമ്മുടെ ഉള്ളിലും ഈ മാറ്റങ്ങളുണ്ട്. ചെറിയ ചെറിയ ടെൻഷനുകളുണ്ട്, നമുക്ക് BP ഉണ്ട്, നമുക്ക് ഷുഗർ ഉണ്ട്, വല്ലപ്പോഴും അൾസർ മീൻസ് എരിച്ചിലുണ്ടാവാറുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ആകെ മൊത്തം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇതൊക്കെ മുന്നോട്ടുള്ള കുതിപ്പിൽ അവസാനം എത്തിച്ചേരുന്നത് വളരെ അൺഹെൽതി ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ആവാത്ത ഒരു ഏജിങ് പ്രോസസ്സിലേക്കാണ്. നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ ഈസി ആക്കാനും ഏജിങ് പ്രോസസ്സിനെ നമുക്ക് എൻജോയ് ചെയ്യാനും പ്രിവെന്റീവ് ആസ്പെക്ട്, പ്രിവെന്റീവ് ഒരു എന്താ പറയാ, രോഗപ്രതിരോധ ശേഷി കൂട്ടിക്കൊണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഗാമ റൈസിനോൾ ജീവിതത്തിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വേറൊന്നും വേണ്ട, വേറെ എവിടെയും പോവുകയും വേണ്ട. അടുത്ത പടം നോക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ലേഡിയുടെ പടമാണ്. എന്താണ് അവിടെ? ശരിക്കും പറഞ്ഞാൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി നമ്മുടെ ഈ ഗാമ റൈസിനോഡിനുള്ളതാണ്. ആ ഒരു ഏജിങ് പ്രോസസ്സിനെ ഡിലേ ചെയ്യാൻ വേണ്ടി, സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കും. രക്തക്കുഴലിലെ ബ്ലോക്കുകളെ ഇല്ലാതാക്കാൻ, അലിയിക്കാൻ സാധിക്കും. അതുവഴി എന്താണ് സംഭവിക്കുന്നത്? ബ്ലോക്കുകൾ ഇല്ലാതായാൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന, ഹൈ BP എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല. ഹൈ BP ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, സ്ട്രോക്കിനെ തടയാൻ പറ്റും, ഹാർട്ട് അറ്റാക്കിനെ തടയാൻ പറ്റും. ആതെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന വലിയൊരു അസുഖം, അത് സ്ട്രോക്കിന്റെയും ഹാർട്ട് അറ്റാക്കിന്റെയും ഒക്കെ മുന്നോടിയായിട്ട് ഉണ്ടാവേണ്ടതാണ്. അതിനെ നമുക്ക് മുളയിലെ നുള്ളിക്കളയാനായിട്ട് പ്രിവെന്റീവായിട്ട് കഴിക്കുന്ന 300 മില്ലിഗ്രാം ഗാമ റൈസനോൾ സഫീഷ്യൻ്റ് ആണ്. അത് ഡെയിലി കഴിക്കണം, റെഗുലറായിട്ട് കഴിക്കണം. കഴിക്കുമ്പോൾ അത് ആഹാരത്തോടൊപ്പം കഴിച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് മാക്സിമം അബ്സോർഷൻ അതിന് കൊണ്ടുവരാൻ പറ്റും. അടുത്തത് കാണിച്ചിരിക്കുന്നത് ഒബേസിറ്റിയെ തടയാൻ ഇത് നല്ലതാണെന്നാണ്. ഫാറ്റിനെ അലിയിച്ച് കളയാൻ, വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നവർക്ക് ആ നോർമൽ തന്നെ മതി, അധികമൊന്നും വേണ്ട. പ്രോട്ടീൻ കഴിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഗാമ റൈസനോളും കൂടെ കഴിച്ചാൽ, പ്രോട്ടീൻ പ്രത്യേകിച്ച് കൊക്കോ പ്രോഡക്റ്റ് നല്ലതാണ്. അതിൻ്റെ കൂടെ ഗാമ റൈസനോളും കൂടെ ചേർത്ത് വെച്ചാൽ, കൊക്കോ പ്രോഡക്റ്റ് നല്ലതാണ്. കൊക്കോ ചേർന്ന മറ്റ് പ്രൊഡക്റ്റുകൾ ഒബേസിറ്റിക്ക് കൊടുക്കാനായിട്ടുള്ളത് ഗ്ലൈസം പ്രോഡക്റ്റും ന്യൂട്രിചാർജസ് ആൻഡ് എഫും അത് കഴിക്കുന്ന കൂട്ടത്തിൽ ഗാമ റൈസനോളും കൂടി ഉണ്ടെങ്കിൽ ഫാറ്റ് റിഡക്ഷൻ, ഒബേസിറ്റി കുറയ്ക്കാൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഷുഗറിനെ മാനേജ് ചെയ്യാൻ, ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നോർമൽ ആക്കി ഷുഗറിനെ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ഷുഗർ അസുഖം അല്ലെ പ്രമേഹ രോഗി എന്ന ഒരു മുദ്ര കുത്താതെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരാള്, അല്ലെങ്കിൽ അതിനു മുമ്പ് ജസ്റ്റ് വക്കത്ത് നിൽക്കുന്ന ഒരാള്, പ്രീ ഡയബറ്റിക്കും ആയിട്ടില്ല എന്നാൽ നോർമലിന്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുകയാണ്, അതായത് ഒരു 6 HbA1c 6ൽ നിൽക്കുന്ന ഒരാൾക്ക് 6ൽ നിന്ന് താഴോട്ട് പോകാൻ ഏറ്റവും എളുപ്പം ഗാമ റൈസനോൾ ശീലമാക്കുന്നതാണ്. അതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് തരും. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഡയബറ്റിക്കിന്റെ ക്ലാസ്സിൽ. സെല്ലുകളിലൊന്നും പുതിയതായിട്ടൊരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ലാതെ, ഇൻസുലിൻ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതെ വരുന്നൊരു സംഭവം. ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് ഉപകാരപ്പെടുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് പോകാതെ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുകയും അത് ആവശ്യാനുസരണം ഉപയോഗിക്കാനും ശരീരത്തെ പ്രാപ്തമാക്കാൻ ഗാമ റൈസനോളിന്റെ ആ ഒരു പ്രോപ്പർട്ടി സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുവഴി അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ബീറ്റാ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ബീറ്റാ സെൽസിന്റെ കേപ്പബിലിറ്റി കൂട്ടി അതിന്റെ ഡാമേജിനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് ലിവറാണ്. ലിവറിന് ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ അവിടേക്ക് എത്താതിരിക്കാൻ മറ്റു കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ
കൃത്യമായിട്ട് ചെയ്താൽ ഫാറ്റി ലിവറിൽ എത്തിച്ചേരില്ല. ഇനി അഥവാ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് ആയ സെല്ലിനെ റിപ്പയർ ചെയ്യാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായ നീർവീഴ്ചകൾ കുറയ്ക്കാനും ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രവണത, കാരണം ഫാറ്റ് എവിടെയും ഡെപ്പോസിറ്റ് ചെയ്യാതെ ഒഴുകി നടക്കുമ്പോൾ ലിവർ അതിനെ അട്രാക്ട് ചെയ്ത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഡസ്റ്റൈനൽ, അതായത് കുടലിൽ ചെറുകുടലിൽ നിന്ന് തന്നെ തിരിച്ചത് റീഅബ്സോർഷന് അവസരം കൊടുക്കാതെ അതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, മീൻസ് അതിൻ്റെ ആവശ്യം വരുന്നില്ല, അതിനു മുമ്പ് തന്നെ അതിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെറുകുടലിൽ നിന്ന് ആഹാരം ദഹിച്ചു പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ പിത്തമുണ്ടല്ലോ, ബൈൽ എന്ന് പറയുന്ന, അതിലേക്ക് അലിയിച്ച് ചേർത്ത് സർക്കുലേഷനിൽ വിട്ട് അതിനെ ലിവറിലേക്ക് എത്താതിരിക്കാൻ സഹായിക്കുന്ന പ്രവൃത്തിയാണ് ശരിക്കും ഗാമ-റൈസിനോൾ ചെയ്തു തരുന്നത്. പിന്നെ BP, ബ്ലഡ് പ്രഷർ കൂടാനുള്ള കാരണം ഇവിടെ താഴെ ആ ഒരു ബ്ലോക്ക് കാണിച്ചെടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, BP കൂടാതിരിക്കാനായിട്ട് ഈ ഫാറ്റിൻ്റെ മെയിൻ്റനൻസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് നമുക്ക് സഹായമാകുന്നത്. അതുപോലെ തന്നെ വാസോ ഡയലേഷൻ, നമുക്ക് രക്തക്കുഴൽ ചുരുങ്ങി പോകുന്നത് കൊണ്ടാണ് ശരിക്കും ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നത്. അതിനവിടെ ഒരു കാരണമുണ്ടാകും. ആ കാരണത്തെ ചികിത്സിക്കുന്നത്, ആ കാരണത്തെ ഇല്ലാതാക്കുന്നതിനൊപ്പം വെസൽ, ആ ഒരു രക്തക്കുഴലുകളുടെ വികാസത്തിന് കാരണമാകുന്നു. ചെറിയ പൈപ്പിലൂടെ ഒഴുകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതേ പൈപ്പ് കുറച്ച് വിസ്താരമായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് രക്തം ഒഴുകും, അവിടെ പ്രഷർ കുറയും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ ഇത് നല്ലതാണ്. ഓക്കെ, %26 ഡെത്ത്, മരണങ്ങൾ ഉണ്ടാകും കാരണം പറഞ്ഞു. ഈ 26-നെ ഇന്നലെ നോക്കുമ്പോൾ, ഇന്നലെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ 31 ഇപ്പൊ ഇന്ത്യൻ കണക്ക് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു 31% ഏജ് ഒക്കെ വളരെ കുറവാണ്. 55 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലെ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ, അതായത് രക്തക്കുഴലും ഹൃദയവും റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അസുഖത്തിന്റെ, ആ ഒരു രോഗാവസ്ഥയുടെ പരിണത ഫലമാണ് ഹാർട്ട് അറ്റാക്കും. അതിന്റെ ആ ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള മരണം ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മാറ്റാൻ, അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗാമ-റൈസിനോൾ ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു മെഡിസിനും ഇങ്ങനെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്, ഇത് മരുന്നല്ല എന്ന് പറയുന്നെങ്കിലും ഇത് മരുന്ന് തന്നെയാണ്. മരുന്നിന്റെ എഫക്റ്റ് ആണ് നമുക്കിത് തരുന്നത്. ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവാൻ പ്രധാന കാരണം കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോളിന്റെ കൂടുതലായിട്ട് വരുന്ന ട്രൈഗ്ലിസറൈഡും LDL, ലോ ഡെൻസിറ്റി ലിപ്പിഡ്സും, അത് നമുക്ക് ശരിക്കും ആതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് രക്തക്കുഴലുകളുടെ ഉള്ളിൽ പറ്റിപ്പിടിച്ച ഫാറ്റ്, അതാണ് ആതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ രക്തക്കുഴലുകളുടെ ആ ഒരു വ്യാസം കുറയും, ഒഴുക്ക് കുറയും, രക്തത്തിന് കട്ടി കൂടാം, ഒഴുകേണ്ട സ്ഥലത്തിന്റെ വീതി കുറയുമ്പോൾ അല്ലെങ്കിൽ വികാസം കുറയുമ്പോൾ അത് ഹൈ ബ്ലഡ് പ്രഷർ ആയിട്ട് മാറാം. അവിടെ ഡയലേഷൻ സംഭവിക്കുമ്പോൾ BP മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആളിനെ വിടാതിരിക്കാൻ പ്രിവെന്റീവായിട്ട് ഡെയിലി 300 മില്ലിഗ്രാം ക്യാപ്സൂൾ നമ്മൾ ഗാമ-റൈസിനോൾ കഴിച്ചാൽ മതിയാവും. ഇതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലോ ഉണ്ട്, ലോ തീരെ ലോ ആകാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഒരു കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മരുന്നിന്റെ പേരാണ് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ ലെവലിന് ഇവിടെ നോർമൽ ലെവൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ 200, 230, 240 എന്നൊക്കെ കണ്ടാൽ പേടിക്കണ്ട. ഹൈ കൊളസ്ട്രോൾ ആണ്, എനിക്ക് 240 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട. ആ 240ന്റെ താഴെ ട്രൈഗ്ലിസറൈഡ് എത്രയുണ്ട്, LDL എത്രയുണ്ട്, HDL എത്രയുണ്ട്,
HDL തീരെ കുറഞ്ഞു പോകും. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു സേ അബൌട്ട് 1 സെന്റിമീറ്റർ സ്ക്വയർ സ്ഥലത്ത് 3 ടൈപ്പ് ഓഫ് സെല്ല് ടോട്ടൽ 500 വേണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് മറ്റത് താഴോട്ട് പോകും എന്ന് പറഞ്ഞതുപോലെയാണ്. ടോട്ടൽ കൊളസ്ട്രോൾ കണ്ടു കഴിഞ്ഞാൽ ആ ടോട്ടൽ കൊളസ്ട്രോളിന്റെ താഴെ HDL ഉണ്ട്, LDL ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് ഉണ്ട്. ഈ LDL കൂടുകയും ട്രൈഗ്ലിസറൈഡ് കൂടുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ HDL കുറയും. HDL കുറയാൻ പാടില്ല. പണ്ടൊക്കെ 37 to 45 എന്ന് പറയുമായിരുന്നു. ഇപ്പൊ 50% ആൻഡ് എബോവ് വേണം നല്ല കൊളസ്ട്രോള്. മറ്റേത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയാൻ പറ്റില്ല. നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന ട്രൈഗ്ലിസറൈഡും LDL-ഉം. ഇത് മൂന്നും ശരീരത്തിലെ നോർമൽ ഫംഗ്ഷന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ആഹാരത്തിലെ പോഷകങ്ങൾ, അതുപോലെ രക്തത്തിലെ ഓക്സിജൻ, ഇതൊക്കെ നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തത്തിലൂടെ, ആ രക്തക്കുഴലിലൂടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, ഹൃദയത്തിൽ നിന്നും വളരെ ദൂരെയുള്ള നമ്മുടെ കാലിൽ വിരലിൻ്റെ തുമ്പ് വരെ എത്തിക്കുന്നത് ആരാണ്? LDL ആണ്. ട്രൈഗ്ലിസറൈഡും LDL-ഉം കൂടെ ചേർന്നിട്ടാണ് ഇത് വഹിച്ചുകൊണ്ട് അവിടം വരെ പോകുന്നത്. വാഹകരാണ്. രക്തം ഒരു ട്രാൻസ്പോർട്ട് മീഡിയയാണ്. ഇവരാണ് അതിനെ കൊണ്ട് അവിടെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ യൂട്ടിലൈസേഷൻ കഴിഞ്ഞ് അവിടെ വേസ്റ്റ് വരുന്ന സമയത്ത് HDL ആണ് അതിനെ അവിടെ നിന്ന് എടുത്ത് തിരിച്ച് ഹാർട്ടിലേക്കോ മറ്റ് മെയിൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടൊരാളെ കൊണ്ടുപോയി ഒരു സ്റ്റോപ്പിൽ ഇറക്കി അവിടുന്ന് തിരിച്ചു കൂട്ടാൻ വെഹിക്കിൾ വന്നില്ലെങ്കിൽ അവിടെ വട്ടം ചുറ്റി നടക്കത്തതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇത് മൂന്നും ഒരുപോലെ മാനേജ് ചെയ്യണം. HDL-നെ നല്ല കൊളസ്ട്രോൾ എന്നും മറ്റതിനെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അളവിൽ കൂടുതൽ പാടില്ല. നോർമൽ ഫംഗ്ഷൻ നടത്താനുള്ള അത്ര അളവ് മാത്രം മതി. ഇവിടെ അളവ് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ കൊളസ്ട്രോൾ 239, 240, 239 വരെ. LDL 150-ൽ കൂടാൻ പാടില്ല എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. HDL 50% എബോവ് എന്ന് പറയുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ് 100-ൽ കൂടരുത്, 100-ൽ താഴെയാവണം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും കുറയാതെ 300-ന് മുകളിൽ ട്രൈഗ്ലിസറൈഡും കൊണ്ട് നടന്ന ആൾക്കാരിൽ തുടർച്ചയായിട്ട് ഈ ഗാമ-ഒറൈസനോൾ കൺസ്യൂം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു, ആനുപാതികമായിട്ട് HDL കൂടി. അതിൻ്റെ അർത്ഥം അവരുടെ ഹാർട്ട് ഹെൽത്ത്, ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾക്ക് തരുന്ന ഗുളികയുടെ പേര്. സ്റ്റാറ്റിൻ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ. ഒരു 10 മെഡിസിനോളം വരും. അത് അടുത്ത സ്ലൈഡിലുണ്ട്. ഈ മെഡിസിൻ നമുക്ക് എന്താണ് ചെയ്തു തരുന്നത്? നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന മെഡിസിൻ. ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോൾ കുറയണം എന്നാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയും, നല്ല കൊളസ്ട്രോളും കുറയും. പക്ഷെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേറൊരു മെഡിസിൻ ഇല്ല. ആ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ എവിടെ പോയി കഴിക്കും, എങ്ങനെ വിശ്വസിച്ച് കഴിക്കും, പല ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. ഇപ്പൊ സ്റ്റാറ്റിൻ കൊണ്ട് ഒരു എഫക്റ്റും 20 സൈഡ് എഫക്റ്റുമാണ് സ്റ്റാറ്റിൻ ഉള്ളത്. സ്റ്റാറ്റിൻ കഴിച്ചാൽ നല്ല തലവേദന ഉണ്ടാവാം, നോഷ്യ ഉണ്ടാവാം, അതായത് ഓക്കാനം വരാം, ഛർദിലുണ്ടാവാം, വയറ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം, ശരീരവേദന. ഏറ്റവും പ്രധാനമായിട്ട് ഓരോ രോമകൂപത്തിലും ഉള്ള രോമ അനങ്ങുമ്പോൾ വരെ വേദന എടുക്കും. ഞാൻ അനുഭവിച്ചതാണ്. ശരീരവേദന എന്ന് പറഞ്ഞറിയിക്കാൻ മേലാത്ത ശരീരവേദന ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അത് ശീലമായിക്കാണ്. എന്തിനായിരിക്കുമോ വേദന, ഞാൻ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറെ അധികം നാളുകൾക്ക് ശേഷമാണ് സ്റ്റാറ്റിൻ കഴിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലായത്. സ്റ്റാറ്റിൻ ഉപേക്ഷിച്ചപ്പോഴാണ്, ശരീരവേദന കുറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് അന്വേഷിക്കാൻ ആര് പോകുന്നു? ഞാൻ വിശ്വസിച്ചത് ഇങ്ങനെയാണ്. എൻ്റെ ഡോക്ടർ എനിക്ക് ഏറ്റവും നല്ല ഗുളികയാണ് തരുന്നത്, ഏറ്റവും നല്ല മരുന്നാണ് തരുന്നത്. അത് തന്നെയല്ലേ മറ്റു പേഷ്യൻസിനും കൊടുക്കുന്നത്. ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു രോഗിക്ക് എന്ത് കൊടുക്കണം, ഏത് സ്യൂട്ട് ചെയ്യും, ഏത് ഗുളിക കഴിക്കണം. സ്റ്റാറ്റിനിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. അപ്പൊ അത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത് ആ പേഷ്യന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എഫക്റ്റ് മാത്രം അന്വേഷിക്കും, സൈഡ് എഫക്റ്റ് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തലവേദന അനുഭവിച്ചിട്ടുണ്ട്, വയറിന് എരിച്ചിൽ അനുഭവിച്ചിട്ടുണ്ട്. വേറെ ഇതിന്റെ കൂട്ടായിട്ട് അവസാനം നമുക്ക് ഏറ്റവും മാരകമായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് ഷുഗർ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു പ്രമേഹ രോഗി കൂടെ ആയിത്തീരും എന്നുള്ളതാണ് സത്യം. ഇനി പ്രമേഹ രോഗമാണ് ആദ്യം തുടങ്ങുന്നെങ്കിലോ അതിന് കൂട്ടായിട്ട് കൊളസ്ട്രോളും വരും, BP-യും വരും.
ഇത് ഒന്ന് വന്ന് അതിന്റെ പുറകെ മറ്റതും വന്നിരിക്കും. അതാണ് അതിന്റെ ഒരു സിസ്റ്റം. ഇതാണ് കൊളസ്ട്രോൾ ലെവലിന് നോർമൽ ആക്കാൻ എന്തെല്ലാം പേരിലുണ്ട്. എല്ലാ പേരും ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അറ്റോർവാസ്റ്റാറ്റിൻ മാത്രമല്ല എളുപ്പം ഓർത്തിരിക്കും. അപ്പൊ മറ്റതിനൊക്കെ ഓരോ ജനറേഷൻ മെഡിസിൻസ് ആണ്. ഇനി ഇത് എന്തെല്ലാം ചെയ്താലും ശരി, ഓരോ വർഷം എടുക്കുന്നതിന്റെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണക്കിലൊന്നും നമുക്കൊന്നും കാര്യമില്ല, നമുക്ക് അവിടെ ഒക്കെ വിട്ടുപോകാം. പക്ഷെ നമുക്കൊരു കാര്യം അറിയേണ്ടത്, ഈ മെഡിസിൻ എല്ലാം എടുത്തിട്ടും ഒരാളിന്റെ എങ്കിലും കൊളസ്ട്രോളിന്റെ മരുന്ന് നിർത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ 2011 ജനുവരി 5 അരമുറി മെറ്റ്ഫോർമിനിൽ സ്റ്റാർട്ട് ചെയ്ത് ബൈ ഓഗസ്റ്റ് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും എല്ലാം കൂടെ ആയിട്ട് ഒരു 6 ഗുളികയായി. 8 മാസം കൊണ്ട് എനിക്കുണ്ടായ പ്രോഗ്രസ് അതാണ്. അപ്പോഴൊന്നും ചിന്തിച്ചിട്ടുമില്ല, തിരിച്ച് ചോദിച്ചിട്ടുമില്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പൊ ചോദിക്കുന്ന പോലെ ചോദ്യം ചോദിക്കാൻ അന്ന് അറിയാമായിരുന്നെങ്കിൽ ചോദിച്ചേനെ. അറിയില്ലായിരുന്നു, ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ചോദിക്കും. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന സൈഡ് എഫക്റ്റുകൾ. നമ്മൾ അനുഭവിക്കുന്ന പലരിലും പല രീതിയിലാണ്. എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. ശരിക്കും ഒരുറക്കം കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല, പിന്നെ ഉറക്കം വരില്ല. ഉറക്കം വരാൻ വേറെ ഗുളിക കഴിച്ചാൽ ഉറക്കം വരത്തില്ല എന്നുള്ളത് ഗുളികയുടെ സൈഡ് എഫക്റ്റ്. ഉറങ്ങാൻ ഗുളിക കഴിച്ചാൽ ഉറങ്ങത്തുമില്ല. പിറ്റേ ദിവസം നിലാവത്തഴിച്ചു വിട്ട കോഴി നടക്കുന്ന പോലെ കിറുങ്ങി നടക്കാം. സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും. ചൊറിഞ്ഞ് ചെറിയ ചെറിയ കുരുക്കൾ പോലെ സ്കിന്നിൽ ഉണ്ടാവാം. ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ലെവലിലൊക്കെ വ്യത്യാസം വരാനും ഒക്കെ സാധ്യതയുണ്ട്. BP, ഷുഗറും ഒക്കെ വേരിയേഷൻ വരും. ഇതൊക്കെ ഈ മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആണ്. ഇതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. വാർണിംഗ് സ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, സ്റ്റാറ്റിൻ മേ കോസ് ഡയബറ്റീസ്. മേ കോസ് അല്ല, സ്റ്റാറ്റിൻ വിൽ കോസ് ഡയബറ്റീസ് എന്നതിനെ തിരുത്തണം. ഉറപ്പായിട്ടും ഉണ്ടാവും. മസിൽ ഡാമേജ്, മെമ്മറി ലോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് മറവി രോഗത്തിലേക്ക് പോവുമല്ല, ക്രമേണ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കും. ഡിമെൻഷ്യ. കാര്യങ്ങൾ ക്രോഡീകരിച്ച് ചിന്തിക്കാൻ, കണക്ട് ചെയ്ത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോവുക. കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്ന് പറയും. നമുക്കൊരു കാര്യത്തെ കണക്ട് ചെയ്ത് അത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വളരെ വൃത്തിയായിട്ട് വളരെ നല്ലതുപോലെ മനസ്സിലാവുന്ന രീതിയിൽ ദിനേശ് സാർ അതിനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരാണി കണ്ടു, കണ്ണത് കണ്ടെങ്കിലും കാലിനെ അവിടെ ചെല്ലാതിരിക്കാൻ തടയാൻ പറ്റുന്നില്ല. കാരണം കംപ്ലീറ്റ് ആക്ഷൻ, നമ്മളുടെ നെർവസ് സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആണ്. കണക്ഷൻ ഇല്ല ശരിക്കും. ആ ഇമ്പൾസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രെയിനിൽ നിന്ന് പെരിഫറി, സ്കിന്നിന്റെ പെരിഫറി എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമ്മുടെ തൊലിപ്പുറമേ അല്ലെങ്കിൽ കാലിന്റെ ഏറ്റവും തുമ്പത്ത് അവിടേക്കുള്ള മെസ്സേജും അവിടുന്ന് തിരിച്ച് ബ്രെയിനിലേക്കുള്ള മെസ്സേജും ഇതൊക്കെ കറക്റ്റ് അല്ലാതെ ആ മെമ്മറി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇടയ്ക്ക് എവിടെയോ ബ്രേക്ക് സംഭവിച്ചത് കൊണ്ട് ആ ആണിയെ ചവിട്ടാതിരിക്കില്ല. കണ്ടിട്ടും അവിടെ പോയി ആണിയെ ചവിട്ടിയിരിക്കും. കുഴി കണ്ടിട്ടും കുഴിയിൽ ചെന്ന് വീണിരിക്കും. അത് പർപ്പസ്ലി അല്ല, കാരണം ആ കണ്ട കാര്യത്തിന് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടക്കാൻ ശരീരത്തിന് പറ്റിയില്ല എന്നുള്ളതാണ്. ഈ ഇമ്പയർമെന്റ് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരു ന്യൂറോ പ്രൊട്ടക്റ്റന്റ് ആയിട്ട് നമ്മളുടെ ഗാമ ഒറൈസിനോൾ നമുക്ക് സഹായിക്കും. ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജസ് കൈമാറുന്നതിന് ഇടയ്ക്ക് തടസ്സമായിട്ടുള്ള എന്തോ ഒന്നുണ്ട്, അതിനെ മാറ്റിക്കളയാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മളുടെ ഗാമ ഒറൈസനോളിനുണ്ട്. അതുകൊണ്ട് ഡിമെൻഷ്യയിലേക്ക് പോകാതെ, കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കാതെ കൊളസ്ട്രോളിനെ നോർമൽ ആക്കി വെക്കാൻ സാധിക്കും. പിന്നെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നുണ്ട്. സ്റ്റാറ്റിൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഡോസ് ഒരുപാട് കാലം കഴിക്കുന്ന പെണ്ണുങ്ങളിൽ സാധാരണ പെണ്ണുങ്ങളെക്കാട്ടി സാധാരണ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് എത്രയാണോ അതിന്റെ 11 മടങ്ങ് റിസ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നവരൊക്കെ തന്നെ എല്ലാവർക്കും ക്യാൻസർ ഒന്നും വരത്തില്ല. അത് വേറൊരു കാര്യമാണ്. ഈ കേൾക്കുന്നത് അങ്ങനെയും തലയ്ക്കകത്തിട്ട് ചിന്തിക്കല്ലേ, പ്രോസസ്സ് ചെയ്യല്ലേ. നമുക്ക് വേണ്ടാത്തതിനെ പറ്റി ചിന്തിക്കല്ലേ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ട് മറന്നേക്കുക, തലയ്ക്കകത്ത് കയറ്റരുത്. ഗുളിക കഴിക്കുന്നവർ ഒരുപാട് പേര് എന്നെ കേൾക്കുന്നുണ്ടാവും. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് കണ്ടുവിട്ടേക്കുക. നമുക്ക് വേണ്ടുന്നത് മാത്രം തലയിൽ കയറ്റിയാൽ മതി.
ഇതൊരു വെറും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണാൻ പറ്റണം. ഒരു തേർഡ് പാർട്ടി, ഒരു വിറ്റ്നസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റണം. പകരം ഞാൻ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് ക്യാൻസർ വരും എന്ന് ചിന്തിക്കരുത്. വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഓക്കെ, പേടിക്കാൻ വേണ്ടിയിട്ടല്ല, വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടി ഇല്ലാത്ത പ്രശ്നങ്ങൾ ആവാഹിക്കാൻ വേണ്ടിയിട്ടല്ല, ആവാഹിക്കാതിരിക്കാൻ പഠിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വേണ്ടുന്നത് മാത്രം ചിന്തിക്കുക. ഇതൊക്കെ നമുക്ക് മരുന്നിന്റെ കൂടെ കിട്ടുന്ന ബോണസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാവരിലും സംഭവിക്കേണ്ട കാര്യമല്ല, എല്ലാവരിലും സംഭവിക്കത്തുമില്ല. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്താനും, നമ്മൾ അറിയുന്ന ആൾക്കാരിൽ ഇങ്ങനെ ആരെങ്കിലും സ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റിൻ ഒരു 3 to 6 months നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. അവരിനി എത്ര കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും അവരുടെ കൊളസ്ട്രോൾ നോർമൽ ആക്കിക്കൊണ്ട്, കാരണം ഞാൻ ആദ്യം നിർത്തിയത് കൊളസ്ട്രോളിന്റെ മെഡിസിൻ, രണ്ടാമത് ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ, ഏറ്റവും ഒടുവിലായിട്ട് ഷുഗറിന്റെ മെഡിസിനും നിർത്താൻ കാരണമായത് ഈ ഒരു കൂട്ടായിട്ടുള്ള ഈ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ എൻ്റെ ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മാറ്റങ്ങൾ. ഇത് മാത്രം വിഴുങ്ങിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല, ഇതിന്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൂടി ചെയ്യണം. ഓക്കെ, ഹെൽത്ത് ഗാർഡ് ഗാമ ഒറൈസിനോൾ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് രജിസ്റ്റർ ചെയ്ത. 2025 ജനുവരി 1 വൈകുന്നേരം 7 മണിക്കുണ്ടായ ആ ഒരു വലിയ ഒരു മീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, മറ്റെന്തെങ്കിലും വാക്ക് വേണം അവിടെ പറയാൻ, സമാരോഹം എന്നൊക്കെ ഹിന്ദിയിൽ പറയും, സമ്മേളനം. അവിടെ അന്ന് സംഭവിച്ചത്, ഈ ഒരു കുഞ്ഞൻ മെഡിസിനെ റെക്കോർഡ് സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾ അന്ന് അവിടെ നടന്നു. ഒരുപാട്, ഈ ശരീരത്തിൽ എത്ര കണ്ട് സിസ്റ്റങ്ങൾ ഉണ്ടോ എല്ലാ സിസ്റ്റത്തിനെയും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെല്ലാവരും ഒരേപോലെ ഐക്യകണ്ഠേന സജസ്റ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത്. നിങ്ങൾക്ക് തലവേദനയാണോ, നിങ്ങൾക്ക് പനിയാണോ, നിങ്ങൾക്ക് കണ്ണുവേദനയാണോ, തൊണ്ടവേദനയാണോ, തൈറോയ്ഡ് പ്രശ്നമാണോ, നെഞ്ചരിച്ചിലാണോ, കൊളസ്ട്രോൾ കൂടുതലുണ്ടോ, ഷുഗർ കൂടുതലുണ്ടോ, നിങ്ങൾക്ക് കൈകാല് കഴപ്പാണോ, നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയാണോ, മെമ്മറി ഇല്ലായ്മയാണോ, എന്തു പ്രശ്നത്തിനും, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ, ക്യാൻസറിനും നമുക്ക് ഇതൊരു ലാസ്റ്റ് വാക്കാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ്, ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇത് കൊടുക്കാൻ പറ്റുന്നതല്ല എന്നല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല, എന്നാൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3 വ്യക്തികളിൽ ഹൈപ്പർ തൈറോയിഡിസം പേഷ്യന്റ്, മെഡിസിന് റെസിസ്റ്റന്റ് ആയ 3 പെൺകുട്ടികൾ എന്നാണ് പറയേണ്ടത്, 27 വയസ്സ്, 32 വയസ്സ്, 37 വയസ്സുള്ള 3 പേര് ആ ഒരു കണ്ടീഷനിൽ നിന്ന് റിവേഴ്സ് ചെയ്യാൻ 90 days എടുത്തുള്ളൂ. ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റും ന്യൂട്രിചാർജ് DHAയും ആണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ചില കണ്ടീഷൻസിൽ തിരിച്ചു വരാം, പക്ഷെ ഉറപ്പായിട്ടും പറയാൻ എനിക്കറിയില്ല, കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അവർ 3 പേരിലും അഡ്വാൻസ് ടെസ്റ്റുകളെല്ലാം ചെയ്തു, അവരിനി ഒരിക്കലും ആ കണ്ടീഷനിലേക്ക് റിവേഴ്സ് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ സ്കിൻ ക്യാൻസർ ചാൻസസും റെഡ്യൂസ് ചെയ്യപ്പെടും. അത് അടുത്തൊരു സ്ലൈഡിൽ പറയാൻ പറ്റിയെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ അത് പിന്നീട് പറഞ്ഞുതരാം. ഇത് നമ്മൾ ആദ്യം കണ്ട സ്ലൈഡുകൾ പോലെ തന്നെയാണ്. എങ്ങനെയാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിന് 3 പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഗാമ ഒറൈസിനോളിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ഇതൊരു ആന്റി ഡിപ്രസന്റ് ആണ്, അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ്. അങ്ങനെയുള്ള ആ ഒരു പ്രോപ്പർട്ടി, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി തന്നെയാണ് എല്ലാ കണ്ടീഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശരീരത്തെ സഹായിക്കുന്നത്. കൊളസ്ട്രോളിന്റെ അബ്സോർഷനെ തടഞ്ഞുകൊണ്ട്, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, ഇൻഡസ്റ്റൈനൽ റീഅബ്സോർഷൻ, കൊളസ്ട്രോളിന്റെ റീഅബ്സോർഷനെ തടഞ്ഞ് ബൈലുമായിട്ട് മിക്സ് ചെയ്ത് അത് സർക്കുലേഷനിലേക്ക് വിട്ട് അത് ലിവറിലേക്ക് വീണ്ടും അടിഞ്ഞുകൂടാതെ ഫാറ്റി ലിവറിനെയും തടയും, കൊളസ്ട്രോൾ ഹൈ ആവുന്നതിനെ തടയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇത് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ചെയ്യുന്നത് കൊളസ്ട്രോൾ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ എടുത്തു പറയാതെയാണ് ഞാൻ ബൈലിലൂടെ മിക്സ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞത്. കൊളസ്ട്രോളിന്റെ അബ്സോർഷനെ കുറയ്ക്കും, അതുപോലെ കൊളസ്ട്രോളിന്റെ എക്സ്ക്രീഷൻ, അതിനെ പുറന്തള്ളും, ശരീരത്തെ അതിന്റെ സിസ്റ്റത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു മെക്കാനിസം. അത് ബൈലെന്ന് പറയുന്നത് നമ്മളുടെ പിത്തരസം. ആ പിത്തരസത്തില് കൊളസ്ട്രോളിനെ അലിയിച്ച് അത് വീണ്ടും വയറ്റിലേക്കും വീണ്ടും കുടലിലേക്കും പോയി അതിനെ മലത്തിന്റെ കൂടത്തിൽ അത് പുറത്തു പോകും. എക്സ്ട്രാ ആയിട്ടുള്ളത്
മുഴുവനും മലത്തിൽ മിക്സ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറത്തു തള്ളും. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നത് വഴി കോർട്ടിസോൾ ലെവൽ കുറഞ്ഞിട്ട് അവിടെയും നമുക്ക് BP കുറയാനും ഷുഗർ കുറയാനും, ഈ 2-3 ഫങ്ഷൻസ് ആണ് ആന്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്. ഇത് വെറുതെ ഒരു ആന്റി ഓക്സിഡന്റ് അല്ല, സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണിത്. സൂപ്പർ, ചില പ്രോഗ്രാമിൽ പറയുന്ന പോലെ സൂപ്പർ സെ ഊപ്പർ എന്ന് പറയാം. അത്രയും നല്ല കപ്പാസിറ്റി ഉള്ള ആന്റി ഓക്സിഡന്റ് ആണ് ഗാമ ഒറൈസനോൾ. ഇത് തൈറോയിഡിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഹൈപ്പോ തൈറോയിഡിസത്തിന് നല്ലതാണെന്ന്. അതായത് നമ്മുടെ തൈറോയിഡിന്റെ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ജസ്റ്റ് TSH മാത്രം നോക്കിയിട്ട് ഇത് ഹൈപ്പോ തൈറോയിഡ് ആണോ ഹൈപ്പർ തൈറോയിഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല. തൊട്ടു മുമ്പ് ഞാൻ കൊളസ്ട്രോളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ TFT എന്ന് പറയും. TFT തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്, T3, T4, TSH, ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ കറക്റ്റായിട്ട് അത് ചെയ്യണം. കൊളസ്ട്രോളിന്റെ ടെസ്റ്റ് ചെയ്യുന്നവര് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമല്ല, ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റ്, അതും കഴിയുന്നതും ഫാസ്റ്റിംഗ് ആയിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണം. എല്ലാ കൊളസ്ട്രോളിന്റെയും അളവും അതുപോലെ റേഷ്യോയും ഒക്കെ അറിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റും. ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് കുറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ റിലീസ് മെനോപോസൽ സിംറ്റംസ്, ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ ഹോട്ട് ആൻഡ് ഫ്ലഷ് എന്ന് പറയുന്നത്, അതൊരു ഒരു ചെറിയ സമയത്തിനുള്ളിൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈഞ്ഞൊടിക്കുന്ന സമയം, അത്രയും സമയത്തിൽ ഒരു നിമിഷം ഭയങ്കരമായിട്ട് ഷിവറിങ് ഫീൽ ചെയ്യും, അടുത്ത നിമിഷം മുഴുവാരം ഉഷ്ണിക്കും. നല്ലതുപോലെ തീക്കനലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഏൽക്കുന്നത് പോലെ ഒരു പൊള്ളല് നമുക്ക് ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകാം. കാതിന്റെ ഭാഗത്താണ് കൂടുതൽ ഉണ്ടാകുന്ന, കാതൊക്കെ ചുവന്ന് തിണർത്ത് വരും. പെട്ടെന്ന് അത് മാറി പെയിലാവുകയും ചെയ്യും. തണുപ്പിനെയും ചൂടിനെയും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതുപോലെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലക്ഷണങ്ങൾ അവിടെ കാണുന്നതുകൊണ്ട് അതിനെ സിൻഡ്രോം എന്ന് പറയും. ആ സിൻഡ്രത്തിനെ, സിംറ്റങ്ങളെ എല്ലാം റിലീവ് ചെയ്യാൻ ഇത് ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് കൊണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് കൊണ്ട് സാധിക്കും. ഈ 2 പ്രോപ്പർട്ടി കൊണ്ട്, ഈ 2 പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ചെയ്തു തരുന്നത്. അടുത്ത ബ്രെയിനിന്റെ പടമാണ്. പ്രൊട്ടക്ട്സ് നെർവസ് സിസ്റ്റം എന്നാണ്. നെർവസ് സിസ്റ്റം ബ്രെയിനും അതുപോലെ തന്നെ നാഡീവ്യൂഹങ്ങളും ചേർന്നതാണ് ആ ഒരു സിസ്റ്റം. ഉത്തമാംഗം എന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്, ബ്രെയിനിലുള്ള സെല്ലുകളെ, ന്യൂറോൺസിനെ ഡാമേജിൽ നിന്ന്, അതായത് അതിന് കേടുപാടുകൾ പറ്റിയാൽ അതിനെ റിപ്പയർ ചെയ്യാൻ നമ്മുടെ ഗാമ ഒറൈസനോൾ ഹെൽപ്ഫുൾ ആണ്. അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ്, നീർവീഴ്ച കുറയ്ക്കാനുള്ള എഫക്റ്റ്. ഇത് വെറുതെ ഒരു ശരീരവേദനയ്ക്കും നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു പനി വന്നാലും പാരസെറ്റമോളിന് പകരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോന്ന് കഴിക്കുക, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇപ്പൊ ബ്രെയിനിനും നെർവസ് സിസ്റ്റത്തിനും ഇത് സപ്പോർട്ടാണ്. അൽസൈമേഴ്സ്, അത് നല്ല രീതിയിൽ മറവി രോഗമാണ്. പാർക്കിൻസോണിസം, വിറയൽ രോഗം, ഇതിന് നല്ലതാണ്. കോഗ്നിറ്റീവ് പ്രൊട്ടക്ഷൻ ആണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. കാര്യങ്ങൾ ക്രോഡീകരിച്ച് കണക്ട് ചെയ്ത് ചിന്തിച്ച് ഒരു നല്ല രീതിയിൽ അതിനൊരു പര്യവസാനം കണ്ടെത്താൻ പറ്റാതെ വരുന്ന കാര്യങ്ങൾ. കുഴി കണ്ടാലും കുഴിയിൽ ഇറങ്ങല്ലേ എന്ന് തോന്നിയാലും പക്ഷേങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാവുന്നില്ല. അവിടെ ആ സംവേദന, ആവേദന, നാഡികളുടെ ആ ഒരു സംവേദന എല്ലാം ബ്രേക്കായി പോവുക. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വയർലെസ് സിസ്റ്റത്തിനിടയ്ക്ക്, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് വയർലെസ് മെസ്സേജ് പോകുമ്പോൾ അതിനിടയ്ക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന പാട പോലെ ഫാറ്റ് ഉണ്ടാവും. ആ ഫാറ്റിനെ മാറ്റേണ്ടതാണ്. നോർമൽ രീതിയിൽ അത് മാറില്ല. ആന്റി ഓക്സിഡന്റ് എഫക്റ്റ്, ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ള ഗാമ ഒറൈസനോളിന് അത് മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ഇൻഫ്ലമേറ്ററി എഫക്റ്റിനെ കുറയ്ക്കുക, നമുക്ക് വ്രണങ്ങൾ, മാറാത്ത വ്രണങ്ങളെ ഉണക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരിക്കലും ഉണങ്ങില്ല എന്ന് വിചാരിച്ച പല വ്രണങ്ങളും ഗാമ ഒറൈസനോൾ കഴിക്കാനാണ് കമ്പനി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കഴിപ്പിന് പകരം ലോക്കൽ ആപ്ലിക്കേഷന് പേസ്റ്റ് ഉണ്ടാക്കി വരെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ,
ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എല്ലിൽ നിന്ന് കാൽഷ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ. എല്ലിനും പല്ലിനും ബലം നൽകുന്നത് കാൽഷ്യമാണ് പ്രധാനം. പിന്നെ അതിൻ്റെ കൂടെ കാൽഷ്യം ഒറ്റയ്ക്ക് നിൽക്കില്ല, പൊട്ടാസ്യം ഫോസ്ഫറസും കൂടെ വേണം. അപ്പോൾ ബോഡിയുടെ അസിഡിറ്റി ഉണ്ടാകുമ്പോൾ ബോഡിയുടെ ഓട്ടോ മെക്കാനിസം വർക്ക് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലല്ല, വേറെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അസിഡിറ്റിയെ എങ്ങനെയാണ് ബോഡി കോപ്പപ്പ് ചെയ്യുന്നതെന്ന്. ചായ കുടിച്ചിട്ട് ആരും കുഴഞ്ഞു വീണ് മരിച്ചെന്ന് കേൾക്കാത്തത് ശരീരത്തിന്റെ ഓട്ടോ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. വയറ്റില് നമുക്ക് അസിഡിറ്റി ഉണ്ടായാൽ അതിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് പുറത്തു പോയിട്ട് എവിടെ നിന്നും കാൽഷ്യം വാങ്ങിച്ചു വരേണ്ട ആവശ്യമില്ല. എല്ലുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മസിലുകളിലൊക്കെയുള്ള എല്ലിലും പല്ലിലുമുള്ള കാൽഷ്യം വലിച്ചു പുറത്തു കൊണ്ടുവരും. എവിടെ നിന്നാണോ ആവശ്യത്തിന് കാൽഷ്യം കിട്ടുന്നത് അതിനെ മൊബിലൈസ് ചെയ്ത് ഗട്ടിൽ കൊണ്ടുവന്ന് അവിടുത്തെ അസിഡിറ്റി നോർമലാക്കും. ഒരു പ്രാവശ്യം കാൽഷ്യം എല്ലിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആ കാൽഷ്യത്തിന്റെ കൂടെയുള്ള പൊട്ടാസ്യം ഒക്കെ അതിൻ്റെ കൂടെ ഫോസ്ഫറസും ഒക്കെ പുറത്ത് ചാടും. മഗ്നീഷ്യം ഒക്കെ പുറത്ത് ചാടും. പുറത്ത് ചാടിക്കഴിഞ്ഞാൽ എല്ലിന് കട്ടി കുറയും. എല്ല് എന്താ പറയുക, സ്പോഞ്ചി എല്ലായിട്ട് മാറും. അതിനകത്തുള്ള കാൽഷ്യമാണ് കൂടുതലും പോരുന്നത്. ബ്ലഡ് ലെവൽ നോക്കുമ്പോൾ ബ്ലഡിനകത്ത് കാൽഷ്യത്തിന്റെ അളവും കൂടുതലായിരിക്കും. അപ്പൊ ഈ കാൽഷ്യത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ശരീരത്തിൽ കുറച്ചധികം ഫങ്ഷൻസ് നടക്കേണ്ടതുണ്ട്. അതിനെ നോർമൽ ആക്കാൻ എല്ലായിടത്തും വേണ്ടവണ്ണം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ് നമ്മളുടെ ഗാമ ഒറൈസനോൾ. ഷുഗറിനെ മാനേജ് ചെയ്യാനും ഒബേസിറ്റി കുറയ്ക്കാനും മസിൽ സ്ട്രെങ്തനിങ്ങിന് ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രം മസിലിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഭാഗമായിട്ട് സഹായമായിട്ട് മാക്സിമം എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ്സിന്റെ മാക്സിമം എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മേമ്പൊടിയായിട്ടും മെയിനായിട്ടും ഗാമ ഒറൈസനോൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ ഇത് ആങ്സൈറ്റിയെയും ഡിപ്രഷനെയും കുറയ്ക്കാനായിട്ട് സൈക്കോട്ടിക് ഡ്രഗ് കഴിക്കുന്ന ആൾക്കാരിൽ അതിൻ്റെ ഡോസ് കുറയ്ക്കാൻ, പാർക്കിൻസ് ഉള്ള ആൾക്കാരിൽ അതിൻ്റെ ഡോസ് കുറയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. നോർമലായ ആൾക്കാരുമുണ്ട്. ശരിക്കും ക്യാപ്സൂൾ കൊടുക്കാതെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ കൊടുത്ത് മാത്രം കംപ്ലീറ്റ് നോർമലാക്കിയ ഒരു ലേഡി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അതിനകത്തും ആ ഓയിലാണെങ്കിലും അതിലുള്ളത് എന്താണ്? ഗാമ ഒറൈസനോൾ തന്നെയാണ്. ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് നമ്മളെ എല്ലാ തരത്തിലും നോർമലാക്കി കൊണ്ടുപോകാൻ. ആന്റി ഏജിങ് പ്രോപ്പർട്ടി. ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ വയസ്സാവാതിരിക്കുകയല്ല ചെയ്യുക. വയസ്സാകുന്ന പ്രോസസ്സ് അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങേയറ്റം ആങ്സൈറ്റിയിലും അങ്ങേയറ്റം ഡിപ്രഷനിലും അങ്ങേയറ്റം നമ്മളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവരുമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പ്രായം കൂടും. നമ്മളുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ആളെ കണ്ടാൽ പ്രായം തോന്നാതിരിക്കുന്നത്. അങ്ങനെ തോന്നാതിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്കിൻ സ്റ്റേജിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, സ്കിൻ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ തടയും. അതിൻ്റെ സ്കിൻ ക്യാൻസർ റിസ്കിനെ കുറയ്ക്കാനായിട്ടും നമുക്ക് നമ്മുടെ ഗാമ ഒറൈസനോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. അൾട്രാവയലറ്റ് ബി രശ്മികൾ കണ്ടിന്യൂസ് പതിക്കുന്നത് കൊണ്ട് സ്കിന്നിൽ ഡീജനറേഷൻ ഉണ്ടായി ക്യാൻസർ ഉണ്ടാകുന്നതിനെ തടയാൻ നമുക്ക് ഗാമ ഒറൈസനോൾ ഹെൽപ്ഫുൾ ആണ്. ഇൻ കേസ് ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ട്, ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഗാമ ഒറൈസനോൾ കണ്ടിന്യൂസ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലെ ബയോ അവൈലബിലിറ്റി നിലനിർത്തിക്കൊണ്ട്, അതങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ആന്റിബയോട്ടിക് മെഡിസിൻ എഴുതിയിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും കഴിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതുന്ന മെഡിസിൻ നമ്മൾ കൃത്യമായിട്ടും രാവിലെയും വൈകിട്ടും കഴിക്കും. അതായത് ആ മെഡിസിൻ 12 മണിക്കൂർ നമ്മുടെ രക്തത്തിൽ അവൈലബിൾ ആയിരിക്കും. അതിനാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഡോസ് കുറഞ്ഞു വരുന്ന രാവിലെ കഴിച്ചു, ഉച്ചയാകുമ്പോഴൊന്നും അതിൻ്റെ ലെവല് താഴുന്നില്ല. മണിക്കൂറുകൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ലെവല് താഴുന്നത്. അപ്പം നമ്മളുടെ ഗാമ ഒറൈസനോൾ 24 അവേഴ്സും ബയോ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. ആ ബയോ അവൈലബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ഡോസ് വേണേൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഡോസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഒരെണ്ണം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോന്ന്,
അത് ഡിസീസ് ഒന്നും ഇല്ലാത്തവർക്ക് രാവിലെയും വൈകിട്ട് ഓരോന്നല്ലെങ്കിൽ 24 hours 2 ക്യാപ്സൂള് അത് മതിയാവും. എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഡോസ് കൂട്ടിയെടുക്കണം. കാരണം അസുഖമുള്ള ശരീരത്തിൽ ഇതിന്റെ റിക്വയർമെന്റ്, ഇതിന്റെ ആവശ്യകത വളരെ കൂടുതലായിരിക്കും. ഒരു ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ, അത് വളരെ ചെറുതാണ്. അത് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ, അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ, അസുഖങ്ങൾ ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് പോകാൻ ഗാമ ഒറൈസനോളിനെ ചേർത്ത് പിടിക്കുക. ഇത് നമ്മളുടെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിരിക്കുന്നതാണ്. ആന്റി ആങ്സൈറ്റി എവിടൊക്കെയാണ് ഇത് മരുന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ ഒഴിച്ചിട്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത് മരുന്നായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അത് മുകളിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എങ്ങനെ ഉപയോഗിക്കുന്നത്. ആന്റി ആൻസൈറ്റി കോമ്പൗണ്ട് ആയിട്ടും ആന്റി ഡിസ്ലിപ്പിഡീമിക് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള കോമ്പൗണ്ട് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നിടമുണ്ട്. ജപ്പാൻ, USA, UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ചൈന, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, കാനഡ, തായ്ലൻഡ് ആൻഡ് ഇന്ത്യ. ഇതിൽ ഇന്ത്യക്ക് മാത്രമേ ഈ ഒരു സൗഭാഗ്യമുള്ളൂ, ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇത് മെഡിസിൻ്റെ അണ്ടറിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്കിതിനെ തൊടാൻ കിട്ടില്ലായിരുന്നു. നമ്മളിൽ എത്ര പേർക്ക് ഇതിനെ വാങ്ങിക്കാൻ പറ്റും? ഏത് ഡോക്ടർമാർ എഴുതും? ഡോക്ടർ എഴുതുന്നത് കൊണ്ട് തന്നെ എത്ര ആയിരങ്ങൾ വേണേലും കൊടുക്കേണ്ടി വരുമായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽസിൽ ഇതിന് ഭയങ്കര വില കൊടുക്കണമായിരുന്നു. ഒരു പ്രാവശ്യം ആ വില പറഞ്ഞിരുന്നു മാഡം, ഓർക്കണില്ല. ഓക്കെ, ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തന്നെയും പിന്നെയും ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം മറ്റു മെഡിസിനുകൾ ഉണ്ടാക്കാൻ അതിനകത്തെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് പോലും, ബയോളജിക്കൽ മറ്റു മെഡിസിൻസ് ഉണ്ടാക്കുന്നിടത്ത് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഗാമ ഒറൈസനോളിനെ ചേർക്കുന്നുണ്ട്. ആന്റി അൾസർ ആണ്, ആന്റി ഹൈപ്പോലിപ്പിഡീമിക് ഏജന്റ് ആണ്. വയറിനകത്ത് നിറച്ചെന്ന് പറഞ്ഞാൽ ഒരു 6-7 അൾസർ വരെയൊക്കെ പോരെ ഒരാളുടെ വയറ്റില്, അത്രയൊക്കെ കൊണ്ട് നടന്നതാണ് ഞാൻ. 2.5 മാസം ഗാമ ഒറൈസനോൾ ഉൾക്കൊള്ളുന്ന, അന്ന് ക്യാപ്സൂൾ വാങ്ങിച്ചിട്ടില്ല, ഓയില് രാവിലെ കഴിച്ചിട്ടാണ് 2.5 മാസം കൊണ്ട് എത്രയോ വർഷം പഴക്കമുള്ള എൻ്റെ അൾസർ മുഴുവനും ഹീലായത്. ഇത് നമ്മുടെ ഒരു അസോസിയേറ്റ് ബയറിന്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെതല്ല. ഫോട്ടോ എൻ്റെ കയ്യിൽ വന്നു, ഞാൻ സേവ് ചെയ്ത് വെച്ചു. പ്രായമുള്ള ഒരാളിന്റെ കാലാണെന്നത് കാണുമ്പോൾ തന്നെ അറിയാതെ അല്ലേ. ഒരുപാട് നാള് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ട് ഉണങ്ങാത്ത ഒരു അൾസർ, അത് ഏറ്റവും ഇടതുവശത്ത്. ഗാമ ഒറൈസനോൾ ഉള്ളിൽ കഴിക്കുകയും എണ്ണയിൽ ചാലിച്ച് ഗാമ ഒറൈസനോളും നമ്മളുടെ മഞ്ഞളും കൂടെ ചാലിച്ച് ഇട്ട് 2-2.5 മാസം കൊണ്ട് ആ നടുക്കത്തെ കാൽ അങ്ങനെയായി. വീണ്ടും മുന്നോട്ട് സമയം പോയി കഴിഞ്ഞപ്പോൾ ആ കാലിന്റെ പാട് പോലും വളരെ ചുരുങ്ങി എന്നുള്ളതാണ്. ഇതേ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. വേറെ നോൺ ഹീലിംഗ് അൾസർ എന്ന് എഴുതി തള്ളിയ പല മുറിവുകളും ഗാമ ഒറൈസനോൾ ക്യാപ്സൂൾ ഉള്ളിൽ കഴിക്കാൻ കൊടുത്തിട്ടും കാലിൽ ആ മുറിവിൽ എണ്ണയിൽ ചാലിച്ച് ഗാമ ഒറൈസനോളും മഞ്ഞളും കൂടെ ചേർത്ത് ലേപനമായിട്ട് പുരട്ടി ഓയിൻമെന്റുകൾ മാറ്റി വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഡ്രസ്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പത്രവാർത്തകളാണ് ഗാമ ഒറൈസനോളിന്റെ. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് ഗാമ ഒറൈസനോൾ? ഇന്ത്യയിൽ AP ഓർഗാനിക്സ് ഉണ്ടാക്കുന്ന, AP ഓർഗാനിക്സ് എന്ന് പറഞ്ഞ ആ കമ്പനിയിൽ അച്ഛനും മോളും ശരിക്കും അവരുടെ ഒരു തപസ്യയാണ് ഗാമ ഒറൈസനോളിനെയും അതുപോലെ ഗാമ ഒറൈസനോൾ കണ്ടന്റ് ഉള്ള ഓയിലിനെയും ഇത്രയും സാർവത്രികമാക്കി കൊണ്ടുവരാൻ, ഒരു ഭാരത ജനതയെ മുഴുവൻ ഏറ്റവും ഹെൽത്തി സ്റ്റേജിൽ കൊണ്ടുപോകാൻ, അതിൽ ഈശ്വരാധീനമുള്ളവർക്ക്, നല്ല മനുഷ്യരായ, എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ 100 തെറ്റ് ചെയ്തിട്ട് ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ ആ ഒരു നന്മയെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം RCMൽ വരാനും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മളിലേക്ക് എത്തിക്കാൻ ഏറ്റവും അധികം പരിശ്രമിച്ച അച്ഛനും മോൾക്കും കോടി പ്രണാമം. അവരുടെ ഇതിന് പിന്നിലത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒത്തിരി സഹനങ്ങളുടെ കഥ അവർക്ക് പറയാനുണ്ട്. ഒരുപാട് ഫെയിലിയേഴ്സും ഉണ്ട്. ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടുള്ള സക്സസ് ആണ്. ഇത് അൾട്ടിമേറ്റ് സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിനു മുകളിൽ ഇനിയും വരാൻ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് റീസണബിൾ പ്രൈസിൽ എത്തിക്കുക എന്നുള്ള അഫോർഡബിലിറ്റി റേറ്റ്, ക്ലാസ് 1 പ്രൊഡക്റ്റ് ആയിരിക്കണം. അഫോർഡബിലിറ്റി നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും വാങ്ങിക്കാവുന്ന വിലയിലായിരിക്കണം കിട്ടുന്നത്. അത് RCMന്റെ നിയമം അല്ലെ RCMന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം അതാണ്.
അപ്പൊ ആർസിയുമായിട്ട് കൈകോർത്തത് കൊണ്ട് മാത്രം, AP ഓർഗാനിക്സ് ആർസിയുമായിട്ട് കൈകോർത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ലോ കോസ്റ്റിൽ കിട്ടുന്നത്. 5 കോടി എന്ന് പറയുന്ന 5 കോടി പോയിട്ട് 50 കോടി വരെ എത്തിക്കാനും വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. RCM ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ 9000 പ്രൊഡക്റ്റിന്റെ ആവശ്യമില്ല. ഒറ്റ പ്രൊഡക്റ്റ് മതി. പക്ഷെ ആ ഒരൊറ്റ പ്രൊഡക്റ്റ് നെഞ്ചോട് ചേർത്ത് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങി, സ്വന്തം കുടുംബത്തിൽ തുടങ്ങി, അയൽവക്കത്ത് കൊടുത്ത്, നാട്ടുകാർക്ക് കൊടുത്ത്, ഒരു നാഷൻ വൈസ് ഇതിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഡോസേജ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡെയിലി 2 ക്യാപ്സൂൾ. പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രിക്കോഷൻ ആയിട്ട് എടുക്കുമ്പോൾ 2 ക്യാപ്സൂളിന്റെ ആവശ്യമുള്ളൂ. ഏതെങ്കിലും കണ്ടീഷൻ വളരെ മോശമായ ഒരവസ്ഥയിലുള്ള ആള്, അല്ലെങ്കിൽ കുറെ നാള് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാര്, ഇപ്പോൾ ശരിക്കും ഇവരുടെ പ്രിസ്ക്രിപ്ഷനിൽ അല്ലെ ഇവരുടെ സജഷൻ ചാർട്ടിലൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് വേറെ മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഡോക്ടറോട് ചോദിക്കണമെന്നാണ്. ഡോക്ടറോട് ചോദിച്ചാൽ ഉത്തരം എസ് എന്ന് പറയുന്ന ഡോക്ടേഴ്സിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കലാണ്. ഇത് അരിയുടെ തവിടിൽ നിന്ന് എടുക്കുന്നതാണ്. ചോറ് കഴിക്കുന്ന എല്ലാവർക്കും ഗാമ ഒറൈസനോൾ ആരോടും ചോദിക്കാതെ കഴിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ വില. ഫാർമസ്യൂട്ടിക്കൽ, അതായത് മെഡിസിൻ ആയിട്ട് ഇത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വില ഇത്രയും ഒക്കെയാണ്. മിനിമം 2700 മുതൽ മാക്സിമം ഇവിടെ 4200 രൂപ വരെ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ വിലയ്ക്ക്, ഈ 4200ന്റെ സ്ഥാനത്ത് ഞാൻ മുമ്പ് പറഞ്ഞ 42,000 രൂപയാണ് ആ മെഡിസിന്റെ വില എന്ന് പറഞ്ഞാലും നമ്മൾ വാങ്ങിക്കും. അതൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ. പൈസ ഉണ്ടാക്കാൻ, ജീവിതം അസുഖമില്ലാതാക്കാൻ, ജീവിതം എൻജോയ് ചെയ്യാൻ, ഒരു കൂട്ടായ്മയിൽ എത്തിപ്പെടാൻ ഒക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഗാമ ഒറൈസനോൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതെന്ന് ഓരോരുത്തരും ചിന്തിച്ചോളുക. 20 ദിവസം കൊണ്ട്, ഒരു ദിവസം 1800 പർച്ചേസ് വോളിയം വെച്ചിട്ട് 20 ദിവസം കൊണ്ട് 36,000 പർച്ചേസ് വോളിയം, 7% പെർഫോമൻസ് കമ്മീഷൻ വാങ്ങിക്കുന്ന, അല്ലെ പെർഫോമൻസ് ബോണസ് വാങ്ങിക്കുന്ന ലെവലിലാണ് ആണെങ്കിൽ 2,520 രൂപ. റീറ്റെയിൽ മാർജിൻ കിട്ടുന്ന പൈസ വേറെയാണ്. അപ്പൊ ടോട്ടൽ ഇൻകം 23,220 രൂപ. നമുക്ക് ടിക്കറ്റ് ചാർജ് അത്രയൊന്നും ആവത്തില്ല. അത്രയും മാത്രം ചെയ്താൽ പോലും നമുക്ക് ഈ പറഞ്ഞ ടൂർ, സാറ് പറഞ്ഞ ഗോൾഡൻ ടെമ്പിളും അതുപോലെ തന്നെ ഡൽഹിയും ബിൽവാരയും ഒക്കെ കറങ്ങി വരാൻ ആവശ്യത്തിന് പൈസയുണ്ട്. ഇപ്പൊ പൈസ ഇല്ല എന്നുള്ള ഒരു കാരണത്താലും നമ്മുടെ ടൂറൊന്നും മുടങ്ങിപ്പോവില്ല, എൻജോയ്മെന്റ് മുടങ്ങിപ്പോവില്ല. ഗാമ ഒറൈസനോൾ ഒരു ഫാമിലിയിൽ എല്ലാവർക്കും ആവശ്യമാണ്. 10 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ 10 വയസ്സുള്ള കുട്ടി കഞ്ഞി കുടിക്കുന്നതല്ലേ, അത്യാവശ്യമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഏറ്റവും നല്ലൊരു സ്ലൈഡ്. താങ്ക് യു വെരി മച്ച്.